എല്ലാവർക്കും നമസ്കാരം. മൈസ്റ്റാറ്റിലേക്ക് സ്വാഗതം. തിരുവോണം നക്ഷത്രക്കാർക്ക് മെയ് 2024 എങ്ങനെയാണ് നമുക്ക് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുള്ളവരാണെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. വാട്സ്ആപ്പ് നമ്പറും മറ്റ് ഡീറ്റെയിൽസും ആണുള്ളത്. വാട്സ്ആപ്പ് വഴി മെസ്സേജ് ചോദിക്കാവുന്നതാണ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ സംബന്ധിക്കുന്ന കാര്യങ്ങൾ. നമുക്ക് റീഡിംഗ്സിലേക്ക് കടക്കാം. തിരുവോണം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന മെയ് 2024 എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. Knight of Cups, Empress, Queen of Wands energy, Devil, Sun, Page of Wands. തിരുവോണം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ എനർജി നൈറ്റ് ഓഫ് കപ്സ് ആൻഡ് എംപ്രസ് എനർജിയാണ്. അതുപോലെ എടുത്തു പറയാനുള്ള മറ്റൊരു കാര്യം, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ കേതുവിന്റെ ായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ചില മാറ്റങ്ങൾ നിങ്ങളിൽ കാണുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ ഗ്രഹനില അനുസരിച്ചിട്ട് നോക്കുക. അപ്പോൾ കേതുവിന്റെ എനർജി എന്ന് പറയുമ്പോൾ തന്നെ സ്പിരിച്വാലിറ്റിയാണ്. സ്പിരിച്വാലിറ്റിയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ, ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ, ദൈവികമായിട്ടുള്ള കാര്യങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് താല്പര്യം കൂടുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ കാണുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ടാവാം, അല്ലെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടാകാം എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. സോ ഈ നിങ്ങൾ വിശ്വസിക്കുന്ന ഏത് മതത്തിനാണെങ്കിലും സ്പിരിച്വാലിറ്റി എന്നുള്ള രീതിയിലാണ് നമ്മൾ ജനറൽ ആയിട്ട് പറയുന്ന സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ നിങ്ങൾക്ക് വളരെയധികം താല്പര്യം ഉണ്ടാകുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾ ഇപ്പോൾ മതപരമായിട്ടുള്ള ആചാരങ്ങളിലും വിശ്വാസങ്ങളിലും കൂടുതലായിട്ട് വിശ്വസിക്കാൻ തുടങ്ങുന്നു എന്നുള്ളതാണ്. സ്പിരിച്വലി ഇൻറ്റ്യൂട്ടീവ് ആയിരിക്കും സ്പിരിച്വാലിറ്റി. അതുപോലുള്ള കാര്യങ്ങളൊക്കെ കാലേകൂട്ടി നേരത്തെ കാണാനായിട്ട് പറ്റുന്നു എന്നുള്ളത്, അല്ലെങ്കിൽ കാലേകൂട്ടി കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് പറ്റുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ ജോലി, ഉദ്യോഗം സംബന്ധിച്ചിട്ടുള്ളതോ സാമ്പത്തികം സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ആ ഒരു മേഖലയിലൊക്കെ വളരെയധികം പോസിറ്റീവ് എനർജിയാണ്. 11ാം ഭാവത്തിന്റെ പോസിറ്റിവിറ്റി കാണിക്കുന്നുണ്ട്. അത് കൂടുതലായിട്ടും സമ്പത്തും അതേപോലെ തന്നെ ജോലി സംബന്ധമായിട്ടുള്ള ഉയർന്ന പൊസിഷൻ, അതേപോലെ സോഷ്യൽ സ്റ്റാറ്റസ് വളരെ ഉയരുന്നുണ്ട്. അതായത് മറ്റുള്ളവരുടെ മുമ്പിലുള്ള നിങ്ങളെന്ന് പറഞ്ഞ വ്യക്തി, നിങ്ങളെ എല്ലാവരും വളരെ ആരാധനയോടെ കാണുന്ന അങ്ങനെ ഒരു വ്യക്തിത്വമാണ് നിങ്ങളുടേതായിട്ട് കാണുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യത്തിൽ നിങ്ങൾ വളരെയധികം അഭിമാനം തോന്നിക്കുന്ന ഒരു സാഹചര്യമാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെ ഹാപ്പി ആയിരിക്കും ജോലിയിൽ, അല്ലെങ്കിൽ നിങ്ങൾ സോഷ്യലി മറ്റുള്ളവരുടെ ഇടയിൽ, നിങ്ങളുടെ കുടുംബാന്തരീക്ഷത്തിലോ ജോലിയിലേക്കാൾ കൂടുതൽ മറ്റുള്ളവരുടെ മുമ്പിൽ നാലാള് നിങ്ങളെ വളരെയധികം ബഹുമാനത്തോടു കൂടിയിട്ട് കാണുന്ന ഒരു സാഹചര്യം കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റുള്ളവരാൽ പ്രകീർത്തിക്കപ്പെടുന്ന രീതിയിലുള്ള പെരുമാറ്റങ്ങളും പ്രവർത്തന രീതികളും ഒക്കെ നിങ്ങൾ കാണുന്നുണ്ട്. ഈ ഒരു സമയത്ത് നിങ്ങൾ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, രാഷ്ട്രീയ പ്രവർത്തനമൊക്കെ ഉള്ള ഒരാളാണെങ്കിൽ അതിൽ നിങ്ങൾ വളരെയധികം അവിടെയും ഉയർച്ച കാണിക്കുന്നുണ്ട്. കാരണം മറ്റുള്ളവരുമായിട്ട് ഇടപെട്ടിട്ട് മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ സൊസൈറ്റിക്ക് വേണ്ടിയിട്ടൊക്കെ പല കാര്യങ്ങളും അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള പല ചർച്ചകളൊക്കെ നടക്കുന്ന സമയം ആണ്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടൊക്കെ ഒത്തിരി നല്ല നല്ല കാര്യങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ മറ്റുള്ളവരാൾ പ്രശംസ കേൾക്കാനും ഒക്കെ ഉള്ളൊരു സാഹചര്യം കാണുന്നുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ ആ ഒരു നിങ്ങളുടെ എനർജി എന്ന് പറയുന്നത് കേതുവിന്റേതായിട്ടുള്ള എനർജിയിൽ സ്പിരിച്വാലിറ്റി ഉള്ളത് കൊണ്ട് തന്നെ ഭൗതികമായിട്ടുള്ള കാര്യങ്ങളിലോടൊപ്പം തന്നെ ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ, അതായത് ജോലി, സമ്പത്ത്, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഉയർച്ച ഉണ്ടാകുന്നതോടൊപ്പം തന്നെ നിങ്ങളുടെ സ്പിരിച്വൽ സൈഡ് കൂടി നിങ്ങൾ, അതായത് ദൈവികമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നത്, അല്ലെങ്കിൽ ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾക്ക് യോഗ, മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങളിലൊക്കെ താല്പര്യം പ്രകടിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ എല്ലാ മേഖലയിലും നിങ്ങളെ സംബന്ധിച്ച് പോസിറ്റിവിറ്റിയാണ് സൂചിപ്പിക്കുന്നതെന്ന് പറയാം. ക്യൂൻ ഓഫ് വാൻഡ്സ് എനർജി ആൻഡ് ഡെവിൾ എനർജിയാണ്. അപ്പോ ഇവിടെ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഒരു ഉയർച്ച അല്ലെങ്കിൽ വളർച്ച നാലാൾ അറിയണം മറ്റുള്ളവരുടെ മുമ്പിൽ. അതായത് നിങ്ങൾ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ മറ്റുള്ളവരുടെ മുമ്പിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ സംസാരിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടം, നിങ്ങൾക്ക് വേണ്ടിയിട്ടാണെങ്കിലും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണെങ്കിലും സംസാരിക്കാൻ നിങ്ങൾക്ക് ചിലപ്പോൾ ഒത്തിരി ഇഷ്ടം ഉണ്ടാവും. അതായത് പ്രസംഗങ്ങളും മൈക്കിന് മുമ്പിൽ നിന്നിട്ട് ഉള്ള നിങ്ങളുടെ കഴിവുകൾ പ്രകടിപ്പിക്കുക, പ്രസംഗത്തിനുള്ളതായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും പാട്ട് പാടുന്നതായിരിക്കും, അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും കഴിവുകൾ ഉണ്ടെങ്കിൽ അത് പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ, നിങ്ങളുടെ ചിലപ്പോൾ
കുടുംബത്തിലുള്ള ആളുകളുടെ ഭാഗത്ത് നിങ്ങൾക്ക് ഇനി വലിയ സപ്പോർട്ടൊന്നും കാണുന്നുണ്ടാവില്ല. കുടുംബത്തിലെന്ന് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ മാതാപിതാക്കളോ സഹോദരങ്ങളോ, നിങ്ങൾ ഇനി വിവാഹിതരായിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡോ വൈഫോ, ഇനി പ്രായമായിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ കുട്ടികളോ, അങ്ങനെ നിങ്ങളുടെ ഏറ്റവും അടുത്ത ബന്ധങ്ങൾ അങ്ങനെയുള്ളവരിൽ നിന്ന് വലിയ സപ്പോർട്ട് കാണുന്നില്ല. അവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് അത്ര വലിയ കഴിവുള്ള ഒരു വ്യക്തിയൊന്നും അല്ല എന്നുള്ള രീതിയിലായിരിക്കാം അവരുടെ പ്രവൃത്തിയും ചിന്തയും. അങ്ങനത്തെ രീതിയിൽ തന്നെയായിരിക്കും അവരുടെ സംസാരങ്ങളും. പക്ഷെ ഇതൊന്നും തന്നെ നിങ്ങളെ ബാധിക്കുന്നതായിട്ട് കാണുന്നില്ല. ഇതുവരെ നിങ്ങളത് ബാധിച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷെ ഇപ്പോ നിങ്ങൾ സ്വയം ചിന്തിക്കാൻ തുടങ്ങുകയാണ്, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എന്റെ കഴിവുകളിൽ ഞാൻ വിശ്വസിക്കുന്നു എന്നുള്ള രീതിയിൽ. അപ്പോ നിങ്ങളുടെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ കഴിവുകൾ മനസ്സിലാക്കി അതിന് തക്ക തരത്തിലുള്ള ഒരു ജോലിയോ എന്തെങ്കിലും ബിസിനസ് പാർട്ട്ണർഷിപ്പോ ഒക്കെ ആളുകൾ നിങ്ങൾക്കായിട്ട് അതിന് വേണ്ടിയിട്ടുള്ള അവസരങ്ങൾ ഉരുത്തിരിഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ ഒരു സുഹൃത്ത് വഴിയോ അങ്ങനെയൊക്കെ ബിസിനസ് പാർട്ട്ണർഷിപ്പിലോ അല്ലെങ്കിൽ കൂടുതൽ ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ കാണിക്കുന്നുണ്ട്. അല്ലാത്തതാണെങ്കിലും ആരെങ്കിലും ഒക്കെ കൂടെ നിന്നിട്ട് 2-3 പേര് ഒരുമിച്ച് ചേർന്നിട്ട് എന്തെങ്കിലും സംരംഭമൊക്കെ തുടങ്ങുന്ന കാര്യമൊക്കെ സൂചിപ്പിക്കുന്നുണ്ട് ഈ ഒരു മാസത്തിൽ. അതേപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ശാരീരികമായിട്ട് കുറച്ച് പ്രയാസങ്ങളൊക്കെ ഒരു സമയത്ത് ഉണ്ടായേക്കാം. അപ്പോ സൈനസിന്റെ ഒക്കെ പ്രശ്നങ്ങളുള്ളവര്, അതേപോലെ ശ്വാസവുമായിട്ട് ബ്രീത്തിങ് പ്രോബ്ലംസ് ഉള്ളവർ, ഇപ്പൊ ശ്വാസം മുട്ടല്, ആസ്മ പോലുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിലും, അതുപോലുള്ള അലർജി, അതായത് പൊടിപടലങ്ങളിൽ നിന്ന് അലർജി കൊണ്ടിട്ടുള്ള പ്രശ്നങ്ങളുള്ളവരും, അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഒന്ന് ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ്. അധികം അലർജിയോ അല്ലെങ്കിൽ പൊടിയുള്ള സ്ഥലങ്ങളിലൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക, നിങ്ങളുടെ ആരോഗ്യം ഒന്ന് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. ആ ഒരു എനർജി തന്നെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോ അതേപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ച് ചില ആളുകൾ നിങ്ങളെ മുതലെടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അങ്ങനെയുള്ള ഒരാളുകളുമായിട്ടുള്ള നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ട് മുതലെടുക്കുകയാണ് എന്നുള്ളത്. അങ്ങനെയെങ്കിൽ അങ്ങനെയുള്ളവരുമായിട്ട് അകലം പാലിക്കുക എന്നുള്ളതാണ്. കാരണം ഇവിടെ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ അങ്ങനെയുള്ള ആളുകൾ നിങ്ങളുടെ ഒപ്പം ഉള്ളതായിട്ടാണ്. പക്ഷെ അവർ നിങ്ങളെ എന്തെങ്കിലും കാര്യത്തിന് നിങ്ങളെ ഗ്യാസ് ലൈറ്റ് ചെയ്യാന്ന് നമ്മൾ പറയും. അതായത് നിങ്ങളുടെ എന്തെങ്കിലും കാര്യങ്ങളിൽ നിങ്ങളെ കുറ്റപ്പെടുത്തുന്ന രീതിയിലോ നിങ്ങളെ പ്രകോപിപ്പിക്കുന്ന രീതിയിൽ അവർ സംസാരിക്കും. അതിനുശേഷം നിങ്ങൾ പ്രകോപിതരായി കഴിയുമ്പോൾ എല്ലാത്തിനും നിങ്ങൾ എന്തിനാണ് വെറുതെ ദേഷ്യപ്പെടുന്നത്, കുറ്റം മുഴുവൻ നിങ്ങളുടെയാണ്, നിങ്ങൾ അവരെ വിഷമിപ്പിച്ചു എന്നുള്ള രീതിയിൽ നിങ്ങളെ അവർ വിഷമിപ്പിച്ചിട്ട് തിരിച്ച് കുറ്റം നിങ്ങളിൽ ചാർത്തുന്നുണ്ടാവും. പിന്നെ അവർ കാര്യങ്ങൾ പറഞ്ഞ് അതായത് പ്രശ്നമൊന്നും ഇല്ല എന്നുള്ള രീതിയിലേക്ക് ആക്കി തീർക്കും. പക്ഷെ അങ്ങനെയുള്ളൊരു ട്രാപ്പിൽ വീണു പോകാതിരിക്കുക എന്നുള്ളൊരു മെസ്സേജാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, സൺ കാർഡ് ആൻഡ് പേജ് ഓഫ് ഫോൺസ് എനർജിയാണ്. അപ്പോൾ ഈ ഒരു എനർജി എന്ന് പറയുന്നത് വളരെയധികം ആത്മവിശ്വാസത്തോട് കൂടിയിട്ട് ജീവിതത്തിലേക്ക് മുന്നോട്ടേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ലൈഫിൽ നിങ്ങൾ നേടാൻ ആഗ്രഹിച്ച എന്തോ ഒരു കാര്യം നിങ്ങൾ നേടിയെടുക്കുന്നു എന്നുള്ളത് കൂടിയിട്ടാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ജീവിതം എന്ന് പറയുന്നത് ജീവിതത്തിൽ പല കാര്യങ്ങളിലും എവിടെ എന്ത് എങ്ങനെ എന്നുള്ളൊരു കാര്യത്തെക്കുറിച്ചിട്ട് നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ളൊരു ധാരണ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പല കാര്യങ്ങളിലും ആത്മവിശ്വാസക്കുറവ് മാറിക്കിട്ടുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ ജോലിക്ക് അതായത് നിങ്ങൾക്ക് അർഹതപ്പെട്ടതല്ല അല്ലെങ്കിൽ നല്ലൊരു പൊസിഷൻ വരുമ്പോൾ അതിനെനിക്ക് കഴിവില്ല എന്നൊക്കെ ചിന്തിച്ചിരുന്ന വ്യക്തിയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ആ ചിന്തയൊക്കെ മാറി പൂർണ്ണമായിട്ടും നിങ്ങൾ അങ്ങനെയുള്ള പോസിറ്റിവിറ്റി മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ എന്തുകൊണ്ട് എനിക്ക് കിട്ടിക്കൂടാ എന്നുള്ള രീതിയിൽ നിങ്ങൾ അങ്ങനെയുള്ള ജോലിക്കൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ടാവും. അത് നിങ്ങൾക്ക് പിന്നീട് വരുന്ന മാസങ്ങളിൽ നിങ്ങൾ ആ ജോലിയിൽ കയറാനുള്ള സാധ്യതയും കാണിക്കുന്നുണ്ട്. ചില ആളുകൾ യാത്ര പോകുന്നതായിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. സാഹസികമായിട്ടുള്ള യാത്രകൾ, സോളോ ട്രിപ്പ്, ലോങ് ട്രിപ്പൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ത്യ ടൂറിന് പോകുന്നുണ്ട്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒത്തിരി സ്ഥലങ്ങൾ ഒരുമിച്ച് കാണാൻ ഉള്ള ആ ഒരു രീതിയിൽ ടൂറാവും. അതായത് നിങ്ങൾ ഇതുവരെ ശ്രമിക്കാത്ത സാഹസിക യാത്രകൾ ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള പ്രദേശങ്ങളിൽ, അതായത് ഫോറസ്റ്റ് ഏരിയയിലൊക്കെ പോകുന്നുണ്ടാവാം. അതേപോലെ അങ്ങനെയുള്ള അതായത് കെമിക്കൽ ആയിട്ടുള്ള ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് പ്രശ്നങ്ങളൊക്കെ ഉള്ള ഏരിയാസ്, അതായത് ന്യൂക്ലിയർ അതേപോലത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ള പ്രദേശങ്ങളിൽ നിങ്ങൾ പോകുന്നുണ്ടാവാം. അങ്ങനെയുള്ള സ്ഥലങ്ങൾ സന്ദർശിക്കുക, അതായത് കുറച്ച് അപകടം പിടിച്ച സ്ഥലമാണെന്ന് അറിഞ്ഞുകൊണ്ട് അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് പോകുന്ന ഒരു സാഹചര്യം സൂചിപ്പിക്കുന്നുണ്ട്. അതൊരു വിനോദയാത്ര എന്നുള്ള രീതിയിലാണ് അവർ കാണിക്കുന്നത്. ഓക്കെ, അങ്ങനത്തെ ഒരു എനർജി നിങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. ഒത്തിരി അമിതമായിട്ടുള്ള ഒരു ആത്മവിശ്വാസം ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക. ആത്മവിശ്വാസം നല്ലതാണ്, പക്ഷെ അമിതമായി പോകാതിരിക്കുക എന്നുള്ളതും.
അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ മാസം നിങ്ങളെ സംബന്ധിച്ച് പറയാനുള്ളത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ താഴെ ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുകയെങ്കിൽ മാത്രമേ മുന്നോട്ടേക്കുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.